നിങ്ങൾക്കറിയോ ഇവിടെ രാജ്യത്തുണ്ടായിരുന്ന മനുഷ്യന്മാരുടെ സ്ഥിതി എന്തായിരുന്നു? നിങ്ങൾ സാമൂഹ്യ രംഗത്ത്, കുടുംബരംഗത്ത് ഭയങ്കര അപകടമായിരുന്നു. കല്യാണം കഴിച്ചേക്കാം, കല്യാണം കഴിഞ്ഞ പിറ്റേന്ന് തന്നെ അല്ലെ ഒരാഴ്ചന്റെ ഉള്ളിൽ അല്ലെ ഒരു മാസത്തിന്റെ ഉള്ളിൽ ഓള് പ്രഗ്നന്റ് ആയി, മൂപ്പരപ്പ കാണില്ല, ഒഴിവാക്കിയാലോ? അങ്ങനെ ഒഴിവാക്കിയ കുട്ടികൾ ചിലപ്പോൾ ഇതിൽ തന്നെ ഉണ്ടാവുകണ്ടെന്നോ, രണ്ടെണ്ണെങ്കിലും ഇപ്പോഴും കിട്ടും. ഇസ്ലാഹി പ്രസ്ഥാനം വന്നു. എന്ത് പറഞ്ഞു? ദാ കൂട്ടരെ, കല്യാണം കഴിച്ച് ഒഴിവാക്കുന്ന പുരുഷന്മാരെ നിങ്ങൾ ശ്രദ്ധിക്കണം. നാളെ പടച്ചവനോട് അതിന് മറുപടി പറയണം. അന്നിസാഉ ശഖായിഖുർ റിജാൽ, ഭാര്യ എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ കൂടപ്പിറപ്പാണ്. കൂടപ്പിറപ്പിന്റെ വേദനയും സങ്കടവും നിങ്ങൾ പെരുത്തിയാൽ നാളെ പരലോകത്ത് റബ്ബിനോട് നിങ്ങൾ മറുപടി പറയേണ്ടി വരും. അവൾ ബുദ്ധിപരമായി കഴിവ് കുറഞ്ഞവളാണ്, അവൾക്ക് ഒരുപാട് പോരായ്മകളുണ്ട്. ഖുലിഖത്ത് മിൻ ളിലഇൻ, അത് വളഞ്ഞ വാരിയല്ലോണ്ടാണ് ഉണ്ടാക്കിയത്. അതിന് 45 ഔൺസ് തലച്ചോറേ അള്ള കൊടുത്തിട്ടുള്ളൂ. 49.4 ഔൺസ് തലച്ചോറ് പുരുഷൻക്കും 45 ഔൺസ് പെണ്ണുങ്ങൾക്ക് കൊടുത്തിട്ടുള്ളൂ. 4.4 ഔൺസ് തലച്ചോറ് പുരുഷൻക്ക് അധികം കൊടുത്തിരിക്കുന്നത്. ഇതറിയണം പെണ്ണിട്ടുന്നതിന് മുമ്പ്. അത് അല്ല എങ്ങനെയാ പറഞ്ഞു അറിയോ? ഈ പോയിന്റും ഔൺസും ഒക്കെ തൂക്കിയതല്ല. അല്ല പറയുന്നു, ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചത് രാവിന്റെയും പകലിന്റെയും വ്യത്യാസത്തിലാണ്. അപ്പൊ ആ രാവാണ് പെണ്ണ്, പകലാണ് ഞമ്മൾ. ആ വ്യത്യാസം ഉണ്ട്. അപ്പൊ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പെണ്ണിന്റെ കഴിവും ക്വാളിറ്റി ഒക്കെ അറിയാം. എന്നിട്ട് കെട്ടിയാൻ പോയിട്ടോ. കെട്ടുന്നതിന്റെ മുമ്പ് തന്നെ ചിലരിങ്ങനെ പ്രതീക്ഷ, ഞാനും ഓളും ഭയങ്കര ബുദ്ധിപരമായ സമീപനമായിരിക്കും. അത്ര ബുദ്ധിപരമായ സമീപനം ഡൈറ്റികൾ ഭയങ്കര സ്നേഹനിധിയായ ഒരു സാധനമാണ്. അല്ലാണ്ട് എറ്റിയേക്ക് വലിയ ബുദ്ധിപരമായി എൻ്റെ എത്താൻ കഴിയില്ല. ഈ 2 HP മോട്ടർ വാങ്ങിയിട്ട് ഒരു 5 HP വെള്ളം തള്ളന്നാണ് കിട്ടുമോ? അതുപോലെയാണ് ഇത്തിക്ക് 2 HP ഉള്ളൂ, എന്നിട്ട് 5 HP വെള്ളം തള്ളന്ന് ആഗ്രഹിക്കരുത്. എന്നോട് ആരാ ആഗ്രഹിക്കാൻ പറഞ്ഞ്? പെണ്ണിടുന്നതിന് മുമ്പ് തന്നെ ആലോചിക്കണം. നിത്യങ്ങളെ ഗുണം കണ്ടു നിങ്ങൾ തിരുമ്പും, അതെല്ലാം തിരുമ്പി വൃത്തിയാക്കി ഇസ്തിരിട്ട് വെച്ചിട്ടുണ്ടാവും. നിങ്ങൾ ഇടാൻ നേരത്തെ ചിലപ്പോ അതിന്റെ മുകളിലൊരു കറ. അപ്പൊ നിങ്ങള് ഇതെന്താ ഇസ്തിരിട്ടുമ്പോ നോക്കിക്കൂടി, ഇസ്തിരിട്ടുമ്പോ എന്താ നോക്കട്ടെ, അത് കാക്ക കുത്തിരുന്നതാണ്, മനസ്സിലായില്ല? അപ്പൊ ഇത് കണ്ടില്ലേ? ഞാൻ പറഞ്ഞു കാക്കനോട് അവിടെ കുത്തിരിക്കേ, ഞാൻ പറഞ്ഞിട്ടിരുന്നൊന്നല്ല, നിങ്ങൾക്ക് കണ്ടുപിടിയോ? ഇങ്ങനെ പറയാ. അതുകൊണ്ടാണ് ഖുലിഖത്ത് മിൻ ളിലഇൻ, എന്തിനൊരു വളവുണ്ട്. ഈ വളവറിയാൻ മുജാഹിദുകൾ വരേണ്ടി വന്നു. അറിയങ്ങള് സലഫി പ്രസ്ഥാനം വരേണ്ടി വന്നു. ഈ സമൂഹത്തിൽ ഭദ്രമായ ഒരു കുടുംബ സംവിധാനം ഉണ്ടാക്കാൻ, ഖുർആനും തിരുസുന്നത്തും പഠിപ്പിച്ച ചര്യകൾ പഠിപ്പിക്കാൻ ഒരു മനുഷ്യനും തലാക്കെല്ലാം കയ്യിൽ. അറിയങ്ങള് ഖുർആൻ കൊണ്ട് തലാക്കെല്ലാം കയ്യിൽ ഒരാൾക്ക്. എന്താ കാരണം? അത്തലാഖു മറത്താനി, തലാക്ക് 2 പ്രാവശ്യമായി നടക്കണം. ഒരു പ്രാവശ്യം തലാക്ക് ചൊല്ലി 3 ഖുറൂ കാലഘട്ടം, സലാസ്ത ഖുറൂ 3 ഖുറൂ കാലഘട്ടം, 3 ആർത്തവ ശുദ്ധി കാലഘട്ടം വരെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് അവൾ പോകാൻ പാടില്ല, അവളെ പുറത്താക്കാൻ പാടില്ല എന്ന ഖുർആനിലെ നിർദ്ദേശം ജനങ്ങളെ പഠിപ്പിച്ചു. 3 ആർത്തവ ശുദ്ധി കാലത്തിനിടയിലെ ഭാര്യയായിട്ട് ഭർത്താവ് ഒരു ബന്ധുവില്ലാണ്ട് ഓന്റെ വീട്ടിൽ തന്നെ നിൽക്കണം, ഓന്റെ ചെലവിൽ, ഓന്റെ എല്ലാ സൗകര്യങ്ങളും. പക്ഷെ ബന്ധം ഉണ്ടാകാൻ പാടില്ല. ഇതെന്തിനങ്ങനെ പറഞ്ഞറിയോ? 3 ഖുറൂ കാലഘട്ടം കഴിയുമ്പോഴേക്ക് നമ്മള് നല്ല സാരല്ലേ പോട്ടെ, നമുക്ക് എന്തെങ്കിലും ആക്കാം, ഇനിയിപ്പോ ഏതായാലും കുടുങ്ങി, ഈ കുടുക്ക് നിന്നെയും കൊണ്ടേ പോകും എന്ന നിലക്ക് നിന്റെ പുക കണ്ടേ ഓള് പോകൂന്ന് പറഞ്ഞ് അടുക്കും കേട്ടാ. അതിനടുക്കാനാണ് തലാക്കെല്ലാം കഴിയില്ല. നമ്മൾ അങ്ങനെ തലാക്കല്ലിന് മുമ്പ് അല്ലല്ലോ. തലാക്കെല്ലാം ഓള് ശരിയില്ല, ഓള് ശരിയില്ല, ഓളമ്മയും ശരിയില്ല, വാപ്പിയും ശരിയില്ല, ഓളെ അമ്മ ഉണ്ടല്ലോ കാർണൂർ, അത് അതിലേറെ മോശ എന്നും പറഞ്ഞൊരു ടാക്സി ഇട്ടുകൊണ്ടിരും. എന്നിട്ട് പോരന്റെ മുമ്പ് കൊണ്ടുവച്ചിട്ട് ഒറ്റ തുപ്പ 3 ചെല്ലിയിട്ട് തുപ്പും തെല്ലും കൂടി കാറിലേക്ക് തെറിക്കുക. എല്ലാ ഇളകുന്ന സാധനവും കുട്ടികളും മക്കളൊക്കെ കാറിലാക്കി ഓളെ പോരന്റെ മുമ്പിൽ അവിടെ കൊണ്ട് ഇറക്കിയിട്ട് പോയിക്കോ, കാര്യമൊക്കെ ഞാൻ പള്ളിയിൽ അറിയിച്ചോളാം എന്ന് പറഞ്ഞ് തലാക്ക് ചെല്ലി നടന്നിന കാലം ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരെ അവര് നടന്നു തീർത്ത വഴികൾ ഈ രാജ്യത്തുള്ള മുഴുവൻ ആളുകൾക്കും ആർക്കാണോ ഏതോടാണ് ബാധ്യതയില്ലാത്തത് ഇസ്ലാഹി പ്രസ്ഥാനത്തോട്? അവര് ആ പണ്ഡിതന്മാർ ഒഴുക്കി തീർത്ത വിയർപ്പ്, അതിന്റെ തണലിലാണ് നിങ്ങൾ വിശ്രമിക്കുന്നതെന്ന് മറന്നു പോകരുത്. നാട്ടിലുള്ള മുഴുവൻ ആണും പെണ്ണും ഇത് ബോധ്യപ്പെടണം കേട്ടോ. നമ്മളെ എതിർക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആലോചിക്കണം, നമ്മളുടെ എന്താ സഹോദരന്മാരെ നമ്മളെ പെണ്ണുങ്ങളെ സ്ഥിതി ഉണ്ടായിരുന്നത്. അത് ഒക്കെ തലാക്കല്ലി. 2 കുട്ടികളുണ്ട്, 2 കുട്ടികളുണ്ട്, പിന്നെ പിയാപ്പിള പിന്നെ വന്നില്ല, മുമ്പ് പോയി. അങ്ങനെ നടന്നിയ കാലം പിന്നെയാണ് പറഞ്ഞു കൊടുത്തത്. അജ്ജി വിചാരിച്ചായത് പെണ്ണിട്ടുക, ഇജ്ജ് കീറുമ്പോ വലിച്ചെറിയ, പഴകുമ്പോ നിലം തുടക്കുക, അതിനുള്ള അല്ല പെണ്ണ്.
നാളെ എന്നോട് അള്ളാഹുദിനെ പറ്റി ചോദ്യം ചോദിക്കും. കൃത്യമായി ഉത്തരം പറയണം. ഭാര്യമാരെ അടിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. ഓല വരെ ഇസ്ലാഹി പ്രസ്ഥാനം നിലനിർത്തിയിരിക്കണം. അറിയങ്ങള് ഇസ്ലാഹി പ്രസ്ഥാനം നിലനിർത്തുകാരങ്ങൾ എന്താ? ഖുർആൻ കൊണ്ട് ഹദീസ് കൊണ്ട്. ഓൻ അറിയായിട്ടാണ്. ചിലവരെ വിചാരം അറിയോ, ഭാര്യമാരെ അടിച്ച് നിലപ്പറ്റിക്കണം എന്നാണ്, എന്നാലേ ഭർത്താവുന്ന. ചിലവര് രണ്ട് ടൈപ്പ് ഭർത്താക്കന്മാരാ. ഒന്ന് അടിച്ച് നിലം പറ്റിക്കാം, വിട്ടൂല ഞാൻ. ഓള് ചിലപ്പോ ബാത്റൂമിൽ പോയി വിളിച്ച് നജ്ജിങ്ങോട്ട് വരുമല്ലോ, കാണിച്ചു തരാ, വന്നിട്ട് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് പുറത്ത് കാത്തുക്കും. അങ്ങനത്തെ ഭർത്താക്കന്മാര്. ചിലര് ഓളടി കൊണ്ടിട്ട് പായുടെ ഭർത്താക്കന്മാര്. രണ്ട് ടൈപ്പുണ്ട്. ഏതായാലും ഓളടി കിട്ടിയിട്ട് പാഞ്ഞു നടക്കണ ഭർത്താക്കന്മാർ ലോകാവസാനത്തിന് അടയാളാ. ഭാര്യനെ അടിച്ച് വായിപ്പിക്കണോനോ ഓൻ ദീനില്ലാത്തോനുമാണ് കേട്ടോ. ദീനില്ലാത്തോന്ന് പറഞ്ഞാൽ നരകത്തിന്റെ വിറകായി തീരും. വക്കൂദുഹാന്നാസൂൽ ഹിജാറ എന്ന വായത്തിന്റെ പരിധിയിലേക്ക് പോകും. അത്രേ ഉള്ളൂ, നരകത്തിന്റെ വിറകാവും. അപ്പൊ ഭാര്യമാരെ നിങ്ങൾ വേദനിപ്പിക്കരുത്, സങ്കടപ്പെടുത്തരുത് എന്ന് പഠിപ്പിച്ച് ഇസ്ലാഹി പ്രസ്ഥാനം. അങ്ങനെ ജനങ്ങൾക്ക് നല്ലൊരു കുടുംബജീവിതം ഉണ്ടായി, ഭാര്യ ഉണ്ടായി, മക്കളെ. നിങ്ങൾക്കറിയോ, വേണ്ട, ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞു. ഈ ഇരിക്കുന്ന, പെട്ടെന്ന് മനസ്സിലാക്കാൻ, ഈ ഇരിക്കുന്ന എത്ര ആളുകൾക്ക് ബാപ്പന്റെ ഉമ്മൻ കിട്ടിയുണ്ടാവും? ചുംബനം ഉമ്മെന്നാണ് കിട്ടിയുണ്ടാവില്ല. കാരണം ഐറ്റികളോട് പറഞ്ഞു കൊടുത്തില്ല, അത് കൂലിയുള്ള കാര്യമാണ്. മക്കളെ ചുംബിക്കൽ കൂലിയുള്ള കാര്യമാണ്. പഠിപ്പിക്കുക ഒരൊറ്റ മൊയ്ലിയേർക്കും നേരില്ല. മൊയ്ലിയേര് വയലും ഒരു 5 ദിവസം 2 ദിവസം അരാക്കിപ്പെട്ടുള്ള വിഷയം. ഹൈല്, നിഫാസ്, വിലാദത്ത്, ഇതൊക്കെയാണ് അരാക്കിപ്പെട്ടുള്ള വിഷയം കേട്ടോ. ഇപ്പോഴൊക്കെ അത് നിർത്തിയതാ. മുമ്പുകളോട് പറയാ 12 മണിക്കാ വയല് തുടങ്ങുക, കടലൊക്കെ കയറ്റാ പോവുക, പിന്നെ പായും തലക്കാടിയും. ഇതിങ്ങനെ ഒച്ച കേൾക്കും, നല്ല സുഖ ഉറങ്ങുക. അങ്ങനെ കുത്തുന്ന് ഉറങ്ങി വയല് കഴിഞ്ഞ് പോരുമ്പോ എന്തേലും ഇന്നലത്തെ വയല്, കാരണം എനിക്ക് ഉറങ്ങിയിട്ട് വയ്യ, ഇത്രയും ഒരു സുഖമുള്ള കാറ്റത്ത് ഉറങ്ങിയിട്ട് കാലത്തായി എന്നും പറഞ്ഞ് വയല് കഴിഞ്ഞ് പോരല്ല. അങ്ങനത്തോടത്ത് ഇപ്പൊ 7 മണിക്കൊക്കെ വയല് പറയാൻ തുടങ്ങി 9 മണിക്ക് തുടങ്ങാൻ കഴിഞ്ഞില്ലേ? മറ്റങ്ങനെ 10 മണിക്കാ തുടങ്ങാൻ മൊയ്ലിയേര്. അതിന്റെ മുമ്പ് സാമ്പിൾ ബോട്ടൽസ് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ മൊയ്ലിയമാർ 5-8 അങ്ങനെ സാമ്പിൾ ബോട്ടൽസ് ഇങ്ങനെ നിന്ന് തിരിയും സ്റ്റേജ് മേല്. അപ്പോഴായിരിക്കും മറ്റോ അങ്ങോട്ട് വന്ന് ഇറങ്ങുക, അല്ലാഹു അക്ബർ, അല്ലാഹു കൊണ്ടെന്ന് ഇറക്കുക. എന്താ ഉളുഹിയത്തിറക്കാൻ പോവല്ലേ? അവിടുന്നൊക്കെ ആ ജാട ബഹുമാനങ്ങളൊക്കെ ലാ തഗ്ലൂ ഫീ ദീനിക്കും, ദീനിൽ നിങ്ങൾ അതിരുവിടരുത് കേട്ടോ. ജനങ്ങളെ ഇങ്ങനെ ബഹുമാനിക്കരുത്. അള്ളാന്റെ റസൂല് പറഞ്ഞതാണ്, എന്നെ നിങ്ങൾ ബഹുമാനിക്കുന്നത് ശ്രദ്ധിക്കണം. എന്നെ നിങ്ങൾ സയ്യിദ് എന്ന് വിളിച്ചപ്പോൾ നിങ്ങൾ എന്നെ സയ്യിദ് എന്നല്ല വിളിക്കേണ്ടത്, നിങ്ങൾ എന്നെ വിളിക്കേണ്ടത് അബ്ദുഹു വറസൂലുഹു എന്ന് പറഞ്ഞാൽ മതി എന്നാണ്. നിങ്ങൾ പറയണം. സയ്യിദ് എന്ന് വിളിച്ചപ്പോ വരെ നബി നിരോധിച്ചു. നമ്മളവിടെ മൊയ്ലിയന്മാര് വരുമ്പോ തക്ബീർ ചെല്ലുകയാണ്. അപ്പൊ എല്ലാരും കൂടി വിചാരിക്കും എന്തോ ആഹർത്ത് എന്നിട്ടിപ്പോ അള്ള പറഞ്ഞയച്ചതായിരിക്കും കാറിലെ. ആ ജാതി ജാട ബഹുമാനങ്ങളൊക്കെ കൊടുത്തു നിർത്തിയ ഓന്റെ വായെന്ന് വരുന്ന മുഴുവൻ വിടുവായിത്തവും അണ്ണാക്ക് തൊടാടെ മുണുങ്ങിയിരുന്നൊരു കാലുണ്ടായിരുന്നു. അറിയില്ല എനിക്ക്? ഇസ്ലാഹി പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ വിചാരിച്ചത്? രാജ്യത്ത് നടത്തിയ സംസ്കരണ പ്രക്രിയ ചെറുതൊന്നല്ല. അപ്പൊ ഞാൻ കുടുംബരംഗത്താണ്. നമ്മൾ ഒരു ഉമ്മ വെക്കുന്നിടത്ത് റസൂലുള്ള മക്കൾ ഇങ്ങനെ പുറത്ത് കയറി കുതിര കളിക്കും, നബിന്റെ പുറത്ത് കയറിയിട്ട്. അപ്പോ സഹാബികൾ പറയാ, മാ അഹ്സനൽ മർക്കബ്, എത്ര നല്ല മനോഹരമായ വാഹന കുട്ടികളെ എങ്ങനെ കിട്ടിയത്? റസൂലുള്ളാന്റെ മറുപടി, വാഹനം മാത്രല്ല നല്ലത്, യാത്രികർ അഹ്സനൽ മറാക്കിബ്, ഏറ്റവും നല്ല യാത്രികരുമാണ്. യാത്രികരും മനോഹരമാണ്. വാഹനം മാത്രല്ല. നബി ആന കളിച്ചു കൊടുക്കും, നബി നിസ്കരിക്കുമ്പോൾ നോളിലെക്കും കുട്ടികളെ. അങ്ങനെ നബി പോറ്റിയത്. ഞമ്മക്കൊക്കെ നമ്മളെ വാപ്പ ആജിയര് കളിക്കുക, വാപ്പ കസാലിട്ടിട്ട്. വാപ്പ കൊലായിലുണ്ടെങ്കിൽ സ്കൂളിട്ട് കൊലായി കൂടെ പോവില്ല, ബൈക്കിൽ കൂടെ പോവുക. വേണേ ഇതപ്പോ ഇതിലിരിക്കുന്നതിലൊക്കെ ചിലപ്പോ ഉണ്ടാവും. ബേജാറാണ്ട, ഞാനൊരു സത്യം പറഞ്ഞു എന്നുള്ളൂ, എല്ലാവർക്കും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. നിങ്ങളെ കുറ്റപ്പെടുത്തിയല്ല, നിങ്ങൾക്ക് അന്ന് കിട്ടിയ വിവരം അതാ. എന്ത്? ആജിയരാക്ക കൊലായ്മയുണ്ട്. അപ്പൊ എങ്ങനെയാ കൊലായി കൂടെ കയറുക? ബുക്കൊക്കെ ചോദിക്കുക കുട്ടികളുണ്ടല്ലോ. വളരെ കൃത്യമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇസ്ലാഹി പ്രസ്ഥാനം വരുന്നതിന് മുമ്പ് നമ്മളക്കാർക്ക് ചുംബനം കിട്ടിയില്ല. ആചാര്യരുടെ ബുക്കൊക്കെ ചോദിക്കാൻ അറിയാം. വാപ്പനോട്, ഉമ്മനോടാ പറയാം, ഉമ്മ ഒരു 200 ബുക്ക് വേണം. എന്നിട്ട് ഉമ്മ അങ്ങനെ ബാപ്പനെ നോക്കുക. പറയാൻ പറ്റുമോ ഇയാളെ കോലപ്പ ശരിയാണോ എന്ന് നോക്കിയിട്ട് മുഖമൊക്കെ വായിച്ചിട്ട് റഷീദിന് ഒരു 200 ബുക്ക് വേണേലോ എന്ന്
അങ്ങനെ തവസ്സുലിന്റെ ചോദ്യ അങ്ങനെയായിരുന്നു അന്ന് ചോദിച്ചിരുന്നത്. അപ്പം ബാപ്പ ഏത് റഷീദിനും ചെക്ക സ്കൂളിലെത്തും, എനിക്ക് ബുക്ക് വേണ്ട. അങ്ങനെ വളർന്ന കുട്ടികളാ. കാരണം എന്താ, അന്ന് ബാപ്പക്ക് പറഞ്ഞു കൊടുത്തില്ല എന്ത്, മക്കളെ പോറ്റേണ്ട രീതി ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഇസ്ലാഹി പ്രസ്ഥാനം വന്നു. ഇന്ന് നോക്കിങ്ങള്, ഇന്നിപ്പോ എന്താ മക്കളെടുത്ത് നടക്കുന്നത് വാപ്പയാണ് അല്ലേ, അതല്ലേ ഉമ്മം കൊടുത്ത് വളർത്തുന്നില്ലേ. ഈ സദസ്സിൽ ഇപ്പൊ ഉണ്ടാവും എത്രയോ മക്കള് കളിച്ചാൽ ആരും ഒന്നും പറയില്ല, പള്ളിക്കന്ന് കളിച്ചാൽ ഒന്നും പറയില്ല. മറ്റങ്ങനല്ല, പള്ളിക്കൊക്കെ വരാൻ വയ്ക്കൂല. പള്ളിക്കലൊക്കെ മുമ്പ് എനിക്ക് ഓർമ്മയില്ലേ, പായിപ്പിക്കല കുട്ടികളെ, കാല് കൊരതട നല്ലോണം, കൊരതട നല്ലോണം, കാല് കളിമിട്ടാ ബോരതടാറുണ്ട്. പിന്നെ ചെക്കൻ പള്ളിക്കൽ കയറില്ല. അങ്ങനെ പായിപ്പിക്കും അല്ലേ. ഓൻ തന്നെ ഇപ്പൊ ചിരിക്കുന്നുണ്ട്, ആ മൈക്ക് ശരിയാക്കണേ. ഓൻ ചിലപ്പോ ഓടിയയിൽപ്പെട്ട ഒരാളായിരിക്കും കേട്ടോ, സാധ്യത ഉണ്ടോ ഓന്റെ ചിരി കണ്ടിട്ട്. അങ്ങനെ പായിപ്പിക്കല, പള്ളികൾ കയറാൻ വയ്ക്കൂല. പിന്നെ പള്ളികൾക്ക് വരാൻ പാടില്ല എന്നുള്ളതാണ് കബറും കാട്ടിലുള്ള എല്ലാ കാടും പൊന്തിയും. എന്താ ഉച്ചക്ക് ഭാഗത്ത് ഒന്നുമില്ല, പേടിയാവും. ഇതാ പകുതിനകത്ത് അല്ലാ പൊട്ടിണ്ടാവും. ഈ കബറൊക്കെ ചില മനുഷ്യ ശരീരത്തിൽ ഫോസ്ഫറസ് ഉണ്ടാവും, കത്താൻ ഉപയോഗിക്കുന്ന വാതക. അപ്പൊ ചില കബറ് പിളർന്നു പോയാൽ ഏറിയിട്ട് ടച്ചായ കത്തും. അപ്പൊ എന്താ പറയാറിയോ, കബറുകളുള്ള പൊട്ടി അങ്ങോട്ട് കൊണ്ട, പിന്നെ അങ്ങോട്ട് പോവില്ല. പിന്നെ എല്ലാവരും കൂടി പോണ ദിവസം വെള്ളിയാഴ്ച എല്ലാവരും കൂടി ഒന്ന് പോവുക, കബറുങ്ങളിൽ നിന്ന് വാപ്പക്കും ഉമ്മക്കും ഒക്കെ വേണ്ടി മൊയ്യേൽ ദ്വാരിപ്പിക്കുക. അതിനും പീസ് ഉണ്ടാക്കാനുള്ള പരിപാടിയാ കേട്ടോ.